കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ കുറച്ച് നാൾ മുന്നേ ബീഫിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് വെച്ചിട്ട് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നത്, അതാണ് എൻ്റെ ഫേവറേറ്റ് റെസിപ്പി. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് 2-3 പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ലോഡഡ് ഫ്രൈസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒനിയൻ പൗഡർ, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഇതിനൊക്കെ പകരം ഇതിൻ്റെ പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ, പൗഡറിന് പകരം. പിന്നെ 2-3 നുള്ളു വരെ കുരുമുളക് പൊടി, ഒരു 2 നുള്ളു തൈം ചേർത്തിട്ടുണ്ട്. അതിന് പകരം കുറച്ച് ഒറിഗാനോ ചേർത്താലും മതി ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ വരെ ഹോട്ട് സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ നിർബന്ധമൊന്നുമില്ല, കുറച്ചൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്, ചിക്കൻ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ കോൺഫ്ലോറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം. പിന്നെ ഞാനിന്ന് എടുക്കുന്നത് ഫ്രോസൺ ഫ്രൈസ് ആണ് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഫ്രഷായിട്ട് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഫ്രോസൺ എടുത്താൽ നമുക്ക് പെട്ടെന്ന് ജോലി തീരും. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. അതിന് പകരം സാധാരണ മുളക് പൊടിയും ചേർക്കാം. ഇതിലേക്കൊരു 2 നുള്ളു വരെ ഒറിഗാനോ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 നുള്ളു വരെ തൈം ചേർക്കാം. തൈം നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു 2-3 നുള്ളു മതി. അത്രയും ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഫ്രഞ്ച് ഫ്രൈസിൽ ഈ ഒരു സ്പൈസസ് ഒന്നും ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പ്ലെയിനായിട്ട് ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ കുറേയൊക്കെ എണ്ണയിലങ്ങ് പോവും, ചെറിയൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇതാ ഞാൻ ഓയിലിൽ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ, ചെറിയ പീസായതുകൊണ്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈസും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് പുറത്ത് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഐസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൈസ് നല്ല ക്രിസ്പിയായി മാറിയിട്ടുണ്ട്. അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്കിത് മയോണൈസ് വെച്ചിട്ട് തയ്യാറാക്കാം. ഞാനിവിടെ നമ്മുടെ നല്ല ചീസി ആയിട്ടുള്ള വൈറ്റ് സോസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് മെൽറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മൈദയുടെ ഒരു പച്ചമണമൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർക്കാം. 240 ml അളവിൽ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തത്. അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 നുള്ളു വരെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ വളരെ കുറച്ച് ഒറിഗാനോ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/3 കപ്പ് വരെ മൊസറല്ല ചീസാണ് ചേർക്കുന്നത്. ചെഡാർ ചീസാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ചെഡാർ ചീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മൊസറല്ല ചീസ് ചേർത്തത്. അപ്പോൾ ചീസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു സോസ്, ഈ ഒരു വൈറ്റ് സോസ് ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ആദ്യം നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ അടിയിലായിട്ട് കുറച്ച് സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുക, നിരത്തി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ചിക്കനും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുക. കുറച്ച് ഫ്രൈസും ചിക്കനും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മുകളിൽ വേണമെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ധാരാളം നമ്മുടെ ഈ ഒരു വൈറ്റ് സോസ്, ചീസി വൈറ്റ് സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ചേർക്കുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചില്ലി സോസാണ് കേട്ടോ. ഇതിന് പകരം ടൊമാറ്റോ കെച്ചപ്പാണ് ഇഷ്ടമെങ്കിൽ അത് ചേർക്കുക. ഞാൻ ചില്ലി സോസ്, സ്വീറ്റ് ചില്ലി സോസാണ് ചേർത്തത്. എന്നിട്ട് മുകളിൽ പിന്നെയും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും
നമ്മുടെ ചിക്കനും സോസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വീണ്ടും കുറച്ച് സോസും അതുപോലെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതുമാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ ചിക്കൻ ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ലോഡഡ് ഫ്രൈസ് കഴിക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ കുറച്ച് ചിക്കനും എടുത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്